പി.കെ. ശശിയെ ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്ത്. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നും CPM-ന്റെ മുൻ നേതാക്കൾക്കായി വോട്ട് ചോദിക്കുന്നത് രാഷ്ട്രീയ അപമാനമെന്നും പ്രാദേശിക നേതാക്കൾ പറയുന്നു. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദന്റെ ചിത്രം പങ്കുവച്ചാണ് കോൺഗ്രസ് നേതാക്കളുടെ FB പോസ്റ്റ്. P. ഹരിഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സാദിഖും ആവശ്യപ്പെട്ടു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇക്ബാൽ, അങ്ങനെ P.കെ. ശശി ഇപ്പുറത്ത് കൊണ്ടുവന്ന് പാർട്ടി ചിഹ്നത്ത് മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ ഇത്രയും കാലം രാഷ്ട്രീയ വേദികളിൽ പറഞ്ഞ തീവ്രത അളക്കുന്ന യന്ത്രം കൂടി ഒപ്പം കൊണ്ടുവരുമോ എന്നൊരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരും. തീർച്ചയായും മാധു, P.കെ. ശശിയെ എന്തായാലും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ നടത്തുന്നു. P.കെ. ശശിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നാൽ ഒറ്റപ്പാലത്തോ അതല്ലെങ്കിൽ ഷൊർണൂരിലോ മത്സരിപ്പിക്കാനുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ നീക്കം. V.കെ. ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയാണ് P.കെ. ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി KPCC നേതൃത്വം ചുമതലപ്പെടുത്തിയ എന്ന രീതിയിലുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഒറ്റപ്പാലത്തേക്ക് P.കെ. ശശിയെ എത്തിച്ച് മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിനെ അകത്ത് തന്നെ വലിയ രീതിയിലൊരു എതിർപ്പ് ഉയരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ ഒറ്റപ്പാലത്തുള്ള ചില മണ്ഡലം പ്രസിഡന്റുമാരാണ് അതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പ് ഇപ്പോൾ പാലക്കാടുള്ള കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. സാജൻ കൊറ്റക്കുളങ്ങര എന്ന് പറയുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ ആദർശങ്ങളെ വലിയ രീതിയിൽ എതിർക്കുകയും പാർട്ടി പ്രവർത്തകരോട് വലിയ രീതിയിൽ മോശമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള CPM നേതാക്കൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ അത് തങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ല. അത് വലിയ രീതിയിൽ രാഷ്ട്രീയ അപമാനമാണ് തങ്ങൾക്ക് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ P.കെ. ശശിയെ പോലുള്ള ആളുകളെ ഒറ്റപ്പാലത്തേക്ക് എത്തിച്ച് മത്സരിപ്പിക്കാമെന്നുള്ള നീക്കത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോകണം, നേതാക്കൾ പിന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ സാജനെ പോലുള്ള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടുള്ളത്. മാത്രമല്ല മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. P.കെ. ശശിയെ പോലുള്ള ആളുകളെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുന്നത് ശരിയല്ല. അവിടെ ഹരിഗോവിന്ദനെ പോലെ പാർട്ടി വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളും അവിടെ ആവശ്യപ്പെട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സാദിഖാണ് ഇത്തരത്തിലുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ P. സരിനെ ഹരിഗോവിന്ദനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് P. സരിനെ കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് മത്സരിപ്പിച്ചത്. ഇങ്ങനെ മറ്റുള്ള ആളുകളെ ഒറ്റപ്പാലത്തേക്ക് എത്തിച്ച് മത്സരിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അവിടെ ഒറ്റപ്പാലത്ത് പാർട്ടിയെ വളർത്താനും പാർട്ടി പ്രവർത്തകരെ കൂടെ നിർത്തി പ്രവർത്തനങ്ങൾ നടത്താനും നേതൃത്വം നൽകിയിട്ടുള്ള നേതാക്കളുണ്ട്. അത് ഹരിഗോവിന്ദനെ പോലുള്ള നേതാക്കളാണ്. അവരെ വേണം ഇത്തവണയെങ്കിലും ഒറ്റപ്പാലത്ത് പരിഗണിക്കാൻ. അതല്ലാതെ P.കെ. ശശിയെ പോലുള്ള ആളുകളെ മറ്റ് പാർട്ടികളിൽ നിന്നും എത്തിച്ച് മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയാൽ അതിന് വലിയ വില തന്നെ പാർട്ടി നൽകേണ്ടി വരും എന്നുള്ളതാണ് നേതാക്കൾ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തുള്ള പ്രാദേശിക പ്രവർത്തകർ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നതാണ്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. CPM-ന്റെ മുൻ നേതാവിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് രാഷ്ട്രീയമായ അപമാനമായിരിക്കും എന്നുള്ളതാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ വികാരം ഒറ്റപ്പാലത്ത്.